നമസ്കാരം. ഓ ഓ കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രയ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം ഷഡ്വിംശ സർഗഃ 26-ാം സർഗത്തിൽ ഇപ്പോൾ രാവണ സഹോദരനായ ഖരൻ സ്വൽപ്പം ക്ഷീണിതനാണെന്ന് കണ്ടിട്ട് അതിശക്തനായ ദൂഷണൻ ശ്രീരാമലക്ഷ്മണന്മാരോട് യുദ്ധം ചെയ്യാൻ 5000 സൈന്യത്തോടുകൂടി നേരിട്ടിരിക്കുകയാണ്. രാമനാകട്ടെ അതിശക്തമായ അമ്പുകളാൽ അതിനെയെല്ലാം പ്രതിരോധിച്ചു. എന്നിട്ട് വളരെ ക്രോധം പൂണ്ട യുദ്ധക്കളത്തിൽ നിന്നു. ഈ സമയത്ത് ദൂഷണനാണെങ്കിൽ അനേകം ബാണങ്ങൾ തൂകി രാമൻ്റെ നേർക്ക് രാമനെ അവശനാക്കാൻ നോക്കി. രാമനപ്പോൾ അതീവ ക്രോധത്തോടെ അവൻ്റെ വില്ലിനെ ഒരു കത്തിയമ്പ് കൊണ്ട് മുറിച്ചു വീഴ്ത്തി കളഞ്ഞു. അതിനുശേഷം ദൂഷണൻ ഇരുമ്പുലക്ക കയ്യിലെടുത്ത് അത് പ്രയോഗിച്ചു. പിന്നീട് പരിഘമെടുത്ത് രാമൻ്റെ നേർക്ക് ചാടി വീണു. അങ്ങനെ ചാടി വീണപ്പോൾ ദൂഷണൻ്റെ ആഭരണങ്ങൾ അണിഞ്ഞ ഇരു കൈകളിൽ 2 അമ്പുകൾ കൊണ്ട് രാഘവൻ ഛേദിച്ചു കളഞ്ഞു. ഇനി എന്താണ് യുദ്ധത്തിൽ സംഭവിക്കുന്നതെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആരണ്യകാണ്ഡം സർഗം 26 ശ്ലോകം 14. ഭ്രഷ്ടസ്തസ്യ പഹാകായഃ പപാദരണമൂർധനി പരിഖ ഛിന്നഹസ്തസ്യ ശക്രധ്വജ ഇവാഗ്രതഃ. ഛേദിക്കപ്പെട്ട കൈകളോടുകൂടി അവൻ്റെ മുൻപിൽ ആ പെരിയ പരിഹം ശക്രധ്വജമെന്ന പോലെ രണാങ്കണത്തിൽ പതിച്ചു. ശ്ലോകം 15. കരാഭ്യാം ച വികീർണാഭ്യാം പപാദ ഭുവി ദൂഷണഃ വിഷാണാഭ്യാം വിശീർണഭ്യാം മനസ്വീവ മഹാഗജഃ. തകർന്ന കൊമ്പുകളോടുകൂടിയ ക്രുദ്ധഗജം പോലെ കൈകളറ്റുപോയ ദൂഷണൻ നിലം പതിച്ചു. ശ്ലോകം 16. ദൃഷ്ട്വാദം പതിതം ഭൂമൗ ദൂഷണം നിഹതം രണേ സാധു സ്വാധുതികാകുൽസ്തം സർവഭൂതാന്യപൂജയൻ. ദൂഷണൻ യുദ്ധത്തിൽ നിഹതനായി ഭൂമിയിൽ വീണത് കണ്ട് സകല ഭൂതങ്ങളും ബലേ ബലേ എന്ന് രാമനെ കൊണ്ടാടി. ശ്ലോകം 17. ഏതസ്മിന്നന്തരേ ക്രുദ്ധാസ്ത്രയ സേനാഗ്രയായിനഃ സംഹത്യാഭ്യദ്രവൻ രാമം മൃത്യുപാശാവപാശിതാഃ.
17-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മൃത്യുപാശബദ്ധരായി, അതായത് മൃതിയിലേക്ക് നിപതിക്കാൻ പോകുന്നവരായി 3 പേർ ക്രുദ്ധരായി രാമൻ്റെ നേരെ അപ്പോൾ ഓടി അടുത്തു. ശ്ലോകം 18. മഹാകപാലസ്ഥൂലക്ഷഃ പ്രമാഥീ ച മഹാബലഃ മഹാകപാലോ വിപുലം ശൂലം ഉദ്യമ്യ രാക്ഷസഃ. 18-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മഹാകപാലൻ, സ്ഥൂലാക്ഷൻ, മഹാബലനായ പ്രമാഥി, ഇങ്ങനെ 3 പേർ. മഹാകപാലൻ ഒരു ശൂലം പൊക്കിക്കൊണ്ടും, സ്ഥൂലാക്ഷൻ പട്ടിശമെടുത്തുകൊണ്ടും, പ്രമാഥി ഒരു വൻമഴ എടുത്തുകൊണ്ടും രാമൻ്റെ നേർക്ക് ഓടി വന്നു. 18 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.